الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم ولا يغرنك تقلب الذين كفروا في البلاد متاع قليل ثم مأواهم جهنم وبئس المهاد صدق الله العلي العظيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവനിലുടനീളം പാലിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരന്മാരോട് ഉപദേശിക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രവചനങ്ങൾ എന്നോണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് ആ പ്രവചനങ്ങളിൽ ചിലത് പുലർന്നതായും റസൂലുള്ളാഹിക്ക് ശേഷം സഹാബെ കിറാം റളിയല്ലാഹു തആല അൻഹും അവരുടെ കാലഘട്ടങ്ങളിൽ അവിധമുള്ള പ്രവചനങ്ങൾ സംഭവിച്ചതായും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷമുള്ള കാലത്തും ഇപ്പോഴും ഇനിയും സംഭവിക്കേണ്ടതായ പ്രവചനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുവചനങ്ങളായി പറഞ്ഞത് രേഖപ്പെടുത്തപ്പെട്ട ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇങ്ങനെ പ്രവചനങ്ങൾ എന്നോണം വരാനിരിക്കുന്ന കാലത്ത് സംഭവിക്കാനുള്ളവ എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തിരുവചനങ്ങളെ സഹാബത്ത് ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. അത് പുലരാനുള്ളതാണ്. തിരുനബിയുടെ പ്രവചനങ്ങൾ ഒരിക്കലും നഊദുബില്ലാ പാഴായി പോവുകയില്ല. നമ്മുടെ ഈരാറ്റുപേട്ടക്കാര് പ്രവചനം കാത്തിരുന്നത് പോലെ സംഭവിക്കാതെ പോകുന്ന പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നർത്ഥം. രണ്ടിനം പ്രവചനങ്ങളാണ്. ഈ ഇനത്തിൽ നമുക്ക് ഇനം തിരിച്ചു കാണാൻ കഴിയുക. ഒരിനം ദുരന്തമായി വന്നിറങ്ങും. നിങ്ങൾ ജാഗ്രത പാലിക്കണം.
എന്ന ഉദ്ദേശത്തിൽ നമ്മുടെ മുമ്പിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചതാണ്. വേറെ ഒന്നിനും വലിയ പ്രതീക്ഷ നൽകുകയും ശുഭപ്രതീക്ഷയോടുകൂടി അവിധമുള്ള സംഭവങ്ങൾ പുലരാൻ ആഗ്രഹിക്കുകയും അത് തെളിഞ്ഞ് വരുന്നതിന് വേണ്ടി പണിയെടുക്കാൻ നമുക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്ന ഇനത്തിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൂടെ ജീവിച്ചിരുന്ന സഹാബത്തിന് മുമ്പിൽ ഇവിധമുള്ള വർത്തമാനങ്ങൾ പറയുമ്പോൾ അതിൽ ദുരന്ത പൂരിതമായി തീരുന്ന പര്യവസാനങ്ങൾ സംഭവിക്കുന്ന അവസ്ഥയിലുള്ള വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ അവർ വല്ലാതെ വേവലാതിപ്പെടും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അവർ വല്ലാതെ ആവേശത്തോടെ ചോദിക്കും. അവിധം സംഭവിക്കാതിരിക്കട്ടെ എന്നാഗ്രഹിച്ച് അങ്ങനെ ദുരന്ത പര്യവസായിയായി കാര്യങ്ങൾ വരാനിടയാക്കുന്ന നിമിത്തങ്ങൾ സംഭവിക്കാതിരിക്കാൻ അവർ ആത്മാർത്ഥമായി പണിയെടുക്കുകയും ചെയ്യും. ഈ വിഷയത്തിൽ സഹാബത്ത് സ്വീകരിച്ച രീതി അതാണ്. പല ഉദാഹരണങ്ങളുണ്ട്. ഒരെണ്ണം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, യൂഷികു അൻ തദാ അലൈകുമുൽ ഉമം കമാ തദാഅൽ അഖ്ലതു ഇലാ കസാതിഹാ. വിശന്ന് വലഞ്ഞവർ ഭക്ഷണം കണ്ടാൽ എത്ര ആർത്തിയോടെ ആ ഭക്ഷണ തളികയിലേക്ക് ഓടി വരുമോ, അതുപോലെ നിങ്ങൾക്കെതിരെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഓടി വരുന്ന ഒരു കാലം വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. അവർക്ക് വല്ലാത്ത ആശങ്കയുണ്ടായി. മക്കയും മദീനയും ഇസ്ലാമിന് വിധേയപ്പെട്ടു ജസീറത്തുൽ അറബ് വിട്ട് ലോകത്തിന്റെ വിവിധങ്ങളായ മേഖലകളിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശം പ്രചരിച്ചും അത് പടർന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഒരു കാലം നിങ്ങൾക്ക് വരും. അന്ന് നിങ്ങൾക്കെതിരെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഓടിയെടുക്കും. വിളമ്പി വെച്ച ആഹാരം വാരി വലിച്ചു തിന്നാൻ ദിവസങ്ങളും മാസങ്ങളുമായി ഭക്ഷണം കിട്ടാത്തവർ എത്രമേൽ ആർത്തി കാണിക്കുമോ അവിധം ആർത്തിയോടെ നിങ്ങൾക്ക് നേരെ അവർ പാഞ്ഞെടുക്കും എന്ന് റസൂലുള്ളാഹി പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വലിയ ആശങ്കയോടെ അവർ ചോദിച്ചു, പ്രവാചകരെ, അതെങ്ങനെയാണ് സംഭവിക്കുക? ഞങ്ങൾ മുസ്ലിമീങ്ങൾ എണ്ണത്തിൽ കുറവായത് കൊണ്ടായിരിക്കുമോ അങ്ങനെ സംഭവിക്കുന്നത്? അവമിൻ ഖില്ലത്തിൻ ബിനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ എണ്ണത്തിൽ കുറവായത് കൊണ്ടായിരിക്കുമോ അങ്ങനെ സംഭവിക്കുക? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയല്ല, വലാകിന്നകും കസീറൂൻ, നിങ്ങൾ ധാരാളം ഉണ്ടാകും, എണ്ണത്തിലൊന്നും ഒരു കുറവുണ്ടാവില്ല, നിങ്ങൾ ധാരാളമായിട്ടുണ്ടാകും. പക്ഷേ നിങ്ങളെ വഹിൻ പിടികൂടും, ദൗർബല്യം പിടികൂടും. വമൽ വഹിൻ യാ റസൂലല്ലാഹ്, വളരെ ജിജ്ഞാസയോടെയുള്ള ചോദ്യമാണ്. ഇങ്ങനെ ഒരു ദുരന്തം മുസ്ലിം സമുദായത്തിന് നേരെ ശത്രുക്കൾ പാഞ്ഞെടുക്കുന്ന, അവർക്ക് അന്ന് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു ദുരന്തം സംഭവിക്കാൻ പാടില്ല. എന്തായിരിക്കും അങ്ങനെ സംഭവിക്കാനുള്ള നിമിത്തം എന്നതിൽ വല്ലാത്ത അളവിൽ ജിജ്ഞാസുക്കളായിട്ട് അവർ ചോദിക്കുകയാണ്. വമൽ വഹിൻ യാ റസൂലല്ലാഹ്, അക്കാലഘട്ടത്തിൽ ഞങ്ങളെ ബാധിക്കുന്ന ദൗർബല്യങ്ങൾ എന്തായിരിക്കും പ്രവാചകരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബുദ് ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്, നിങ്ങൾക്ക് ദുനിയാവിനോട് ഭൗതികതയോട് വലിയ പ്രേമമായിരിക്കും, മരിക്കാൻ നിങ്ങൾക്ക് പേടിയായിരിക്കും. ദുനിയാവിനെ വല്ലാതെ സ്നേഹിക്കുകയും ഭൗതിക പ്രമത്തതയിൽ അഭിരമിക്കുകയും മരണത്തെ ഭയപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ എന്ന് സംഭവിക്കുന്നുവോ നിങ്ങൾ ശത്രുക്കളുടെ കീഴിലായി പോകും. അവർ നിങ്ങളെ വാരി വലിച്ചു നിന്നുകൊണ്ടിരിക്കും, അഥവാ നിങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോ വരാനിരിക്കുന്ന ഒരു ദുരന്തത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ദുരന്തം വരാൻ നിമിത്തമാകുന്ന കാരണങ്ങൾ പഠിക്കാനും അത് സംഭവിക്കാതിരിക്കാൻ ജാഗ്രതമായിരിക്കാനും ഈ വിശ്വാസി സമൂഹം തയ്യാറായിരുന്നു എന്ന് അവിടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള പ്രവചനങ്ങളെ സഹാബയെ കിറാം ഇങ്ങനെയാണ് നോക്കിക്കണ്ടത്. വേറെ ഒരിനം പ്രവചനങ്ങൾ ഏറെ സന്തോഷകരമായ കാര്യങ്ങളെ കുറിച്ചാണ്, വലിയ വലിയ നേട്ടങ്ങളെ കുറിച്ചും വിജയങ്ങളെ കുറിച്ചുമാണ്. ഇസ്ലാമിന്റെ വളർച്ചയും ഉയർച്ചയുമാണ് അതിൽ പ്രതിപാദനങ്ങളായിട്ട് വരുന്നത്. അത്തരം ഹദീസുകൾ കേൾക്കുമ്പോൾ അവർ ഏറെ പ്രതീക്ഷയോടെ അത് സംഭവിക്കാൻ കാത്തിരിക്കുകയും അത് സംഭവിപ്പിക്കുന്നതിൽ അവരുടെ പങ്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് നിർവഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നും തിരുവചനങ്ങൾ നമ്മെ മനസ്സിലാക്കി തരുന്നു. അബീ ഖുബൈർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നു, അദ്ദേഹം പറയുന്നു,
കുന്നാ ഇൻദ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ്, ഞങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസിന്റെ അടുക്കലായിരിക്കെ ഫസുഇല, അദ്ദേഹത്തോട് സദസ്സിൽ ഒരാൾ ചോദിച്ചു, അയ്യുൽ മദീനത്തൈനി തുഫ്തഹു അവല, ഏത് പട്ടണമാണ് ആദ്യം വിജയിച്ചടക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് പട്ടണങ്ങൾ, അന്ന് ലോകത്ത് അറിയപ്പെടുന്ന രണ്ട് കേന്ദ്രങ്ങൾ ഇസ്ലാം വിജയിച്ചടക്കും എന്ന് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ഇസ്ലാമിനുണ്ടാകുന്ന വലിയ നേട്ടം, വലിയ രണ്ട് പട്ടണങ്ങളെ ഇസ്ലാം അതിജയിക്കാൻ പോകുന്നു എന്ന ഈ ശുഭവാർത്ത കേട്ട വിശ്വാസി സമൂഹത്തിന് അത് ഏതാണെന്ന് അറിയാനുള്ള വലിയ ത്വരയും ജിജ്ഞാസയും, അത് സംഭവിക്കണമെന്ന വല്ലാത്ത കൊതിയും, അത് സംഭവിപ്പിക്കുന്നതിൽ മുസ്ലിം ഉമ്മത്തിലെ അംഗങ്ങൾ എന്ന നിലക്ക് നമ്മുടെ റോൾ, പങ്ക് എങ്ങനെ നിർവഹിക്കാമെന്ന ചിന്തയും അവരെ വല്ലാതെ മതിച്ചിരുന്നു. അതുകൊണ്ട് അവർ വലിയ ആശങ്കയിലും പ്രതീക്ഷയിലുമാണ് ഏതാണ് എന്നറിയാൻ. അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസിനെ അടുത്ത് കിട്ടിയപ്പോ ആ പ്രഗത്ഭനായ സഹാബിയോട് സദസ്സിൽ ഒരാൾ ചോദിച്ചു, ഇതിൽ ഏത് പട്ടണമാണ് ആദ്യം കീഴ്പ്പെടുത്തപ്പെടാൻ പോകുന്നത്? അയ്യുൽ മദീനത്തൈനി തുഫ്തഹു അവല ഖുസ്തന്തീനിയ ഔ റൂമിയ, റോമയാണോ കോൺസ്റ്റാന്റിനോപ്പിൾ ആണോ? ഖുസ്തന്തീനിയാണോ റോമാണോ? റൂമിയ എന്നത് പടിഞ്ഞാറൻ പ്രദേശങ്ങളെ ഉദ്ദേശിച്ചാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയും. ഇന്നത്തെ റോം എന്ന ആ ഒരു സ്പോട്ടിനെ ഉദ്ദേശിച്ച് മാത്രമല്ല. എന്തായിരുന്നാലും കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരിക്കുമോ പടിഞ്ഞാറൻ പ്രദേശമായിരിക്കുമോ, ഇതിൽ ഏതാണ് ആദ്യമായിട്ട് അതിജയിക്കുക? ഏതാണ് ഇസ്ലാം കീഴ്പ്പെടുത്തുക? ഏതാണ് നമുക്ക് വിജയിച്ചു കിട്ടുക എന്ന് ചോദിച്ചു. കാരണം അബ്ദുള്ള, അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം തന്റെ ബാല്യക്കാരനോട്, സേവകനോട് അദ്ദേഹത്തിന്റെ ഒരു പെട്ടി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. തുറന്ന് അതിൽ നിന്ന് ഒരു ഗ്രന്ഥം, ഒരു പുസ്തകം പുറത്തെടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഇരിക്കുമ്പോൾ, ഞങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഇരിക്കുമ്പോൾ നക്തുബു, ഞങ്ങൾ എഴുതി വെക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ പ്രവാചകൻ തിരുനബി പറയുന്നതും അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നതും ആ ചോദ്യത്തിന് മറുപടിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതുമായ കാര്യങ്ങൾ ഞങ്ങൾ രേഖപ്പെടുത്താറുണ്ട്. അങ്ങനെ രേഖപ്പെടുത്തിയ പുസ്തകമാണ് ഈ പുസ്തകം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇദാ സുഇല റസൂലുള്ളാഹിയോട് ചോദിക്കപ്പെട്ടപ്പോൾ അയ്യുൽ മദീനത്തൈനി തുഫ്തഹു അവ്വലൻ ഖുസ്തന്തീനിയ ഔ റൂമിയ, ഇതേ ചോദ്യം, കോൺസ്റ്റാന്റിനോപ്പിൾ ആണോ, ഈ പടിഞ്ഞാറൻ പ്രദേശമാണോ, ഏത് പട്ടണമാണ് ആദ്യം ജയിച്ചടക്കുക എന്ന ചോദ്യം റസൂലുള്ളാഹിയോട് അന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞ മറുപടി, മദീനത്തു ഹിർഖൽ തുഫ്തഹു യഅനി ഖുസ്തന്തീനിയ, കോൺസ്റ്റാന്റിനോപ്പിൾ ആണ് ആദ്യം വിജയിച്ചടക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ്ലാമിക സമൂഹം വിജയിച്ചടക്കിയതിനു ശേഷം ലോകത്തിന്റെ വിവിധങ്ങളായ മേഖലകളിലേക്ക് ഇസ്ലാം വളർന്ന് പടർന്ന് പന്തലിച്ച വലിയ ഒരു ചരിത്ര സന്ദർഭമുണ്ട്. ലോകത്തിന്റെ ചരിത്രം പഠിക്കുന്നവർ ഇത് പഠിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയുന്നത് AD 610 കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ്ലാമിക സമൂഹം കീഴ്പ്പെടുത്തുന്നത് AD 1543 റസൂലുള്ളാഹിയുടെ പ്രവചനം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്താണ് ഇത് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. പക്ഷേ അത് സംഭവിക്കാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിഭാഗമായിരുന്നു സഹാബത്ത് എന്നത് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. അത്രയും പ്രതീക്ഷയോടെ, ശുഭപ്രതീക്ഷയോടെ ഇസ്ലാമിന്റെ വളർച്ചയും ഉയർച്ചയും സ്വപ്നം കണ്ട് അത് പ്രയോഗവൽക്കരിക്കുന്നതിൽ നമ്മുടെ റോള്, പങ്ക് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു മാതൃക വിശ്വാസി സമൂഹത്തിനുണ്ടാവണം എന്ന് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ദുരന്തമായി ഇന്ന കാര്യങ്ങൾ ഇസ്ലാമിക സമൂഹത്തിൽ ലോകത്ത് സംഭവിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ വിശ്വാസികൾ ചെയ്യേണ്ടത് അത്തരം ദുരന്തങ്ങൾ നമ്മിലും നമ്മുടെ കുടുംബത്തിലും നാട്ടിലും രാജ്യത്തും ഉണ്ടാവാതിരിക്കാൻ ജാഗ്രത പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ഇന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിജയത്തിന്റെ, ഉയർച്ചയുടെ, വളർച്ചയുടെ ഇസ്ലാം ലോകത്ത് വ്യാപിക്കുന്നതിന്റെ ഭാഗമായുള്ള വർത്തമാനങ്ങളായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അത് സംഭവിക്കാനുള്ള വല്ലാത്ത കൊതിയും, അത് സംഭവിക്കട്ടെ എന്ന പ്രാർത്ഥനാ മനസ്സും, അത് സംഭവിപ്പിക്കുന്ന നമ്മുടെ റോൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ പ്രവർത്തനവും, അതിനുവേണ്ടി സ്വപ്നങ്ങളുമായി ജീവിക്കുകയും ചെയ്യുന്ന ഉദാത്തമായ മാതൃകയും സഹാബത്തിന്റെ മാതൃകയാണ്. ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞതാണ്.
ഇന്ന് ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിന് ഇങ്ങനെ ഒരു വേവലാതിയില്ല, ഇങ്ങനെ ഒരു പ്രതീക്ഷയുമില്ല. അള്ളാഹുവിന്റെ ദീൻ അത് വളരുകയും ഉയരുകയും ചെയ്യും, ഇന്ന ഇന്ന മേഖലകൾ കീഴ്പ്പെടുത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടാൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന കൊതിയോടുകൂടി പ്രാർത്ഥന മനസ്സോടെ അതിനുവേണ്ടി പണിയെടുക്കാൻ തയ്യാറുള്ളവരുടെ എണ്ണം ഈ സമുദായത്തിനകത്ത് എത്ര എന്ന് വിശകലനം ചെയ്യേണ്ടതാണ്. ഇന്ന ഇന്ന ദുരന്തങ്ങൾ സംഭവിക്കും, കാലം മുന്നോട്ട് പോകുമ്പോൾ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് നിങ്ങളെ ഇന്ന രീതിയിൽ അധപ്പതിപ്പിക്കും, നിങ്ങൾ മുൻഗാമികൾ മുൻ തലമുറകൾ വഴിവിട്ട് പോയവർ പോയ വഴിക്ക് തന്നെ നിങ്ങൾ പോകും എന്നതിനെ കുറിച്ച് താക്കീതുകൾ പ്രവചനങ്ങളായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുമ്പോൾ വിശ്വാസികൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മഹല്ലത്തിലും നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും ജാഗ്രത പാലിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. ഇത് രണ്ടും വിശ്വാസികൾ മാതൃകയാക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇவ்விதം ദുരന്തങ്ങളായി വന്നുഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ ഏറെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം, വിജയത്തെക്കുറിച്ചും പ്രതീക്ഷയെക്കുറിച്ചും പറയുമ്പോൾ അത് സംഭവിക്കുന്നത് എപ്പോൾ എന്നറിയാനുള്ള ഉൾക്കടമായ ആഗ്രഹത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം. ഇതായിരുന്നു ഇസ്ലാമിക സമൂഹത്തിന്റെ രീതിയും ശൈലിയും എന്ന് നമ്മൾ മനസ്സിലാക്കാം. AD 610 ഇങ്ങനെ വിജയിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അത് ആദ്യം വിജയിക്കും, അത് പ്രയോഗവൽക്കരിക്കാൻ എന്തുണ്ട് മാർഗം എന്ന രീതിയിൽ ചിന്തിച്ചവർ പണിയെടുത്തപ്പോഴാണ് 1543 കോൺസ്റ്റാന്റിനോപ്പിൾ വിജയിച്ചത്. ഉസ്മാനിയ ഖിലാഫത്തിലെ ഫാത്തിഹ് മുഹമ്മദ് II എന്ന ഖലീഫയാണ് അത് വിജയിച്ചടക്കിയെന്ന കാര്യം നമുക്കറിയാം. ഇതിൽ നമുക്കൊരു മാതൃകയുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രവചനങ്ങൾ ഇങ്ങനെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലത്ത് സംഭവിച്ചവ, സഹാബത്തിന്റെ കാലത്ത് സംഭവിച്ചവ, സഹാബത്തിന് ശേഷം സംഭവിച്ചവ, ഇനിയും സംഭവിക്കാനുള്ളവ, അവസാന കാലത്ത് പ്രകടമാകാനിരിക്കുന്നവ. ഈ തിരുവചനങ്ങൾ വളരെ കൃത്യമായി മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ ഉദ്ധരിച്ചതും ചരിത്രം രേഖപ്പെടുത്തിയതുമായ സംഗതികളാണ്. അത്തരം വിഷയങ്ങളിൽ നമുക്കും ഇങ്ങനെ ഒരു നിലപാട് ഉണ്ടാവണം. ഉദാഹരണമായിട്ട് നമുക്കിടയിൽ വന്നിറങ്ങുന്ന ദുരന്തങ്ങളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയങ്ങളെ നമുക്ക് നബിയോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, സ്നേഹം എന്ന് പറഞ്ഞു തീർക്കലും ചെയ്ത് പ്രകടിപ്പിക്കലും ഏതാണോ വേണ്ടത് എന്ന കാര്യത്തിൽ മുസ്ലിം സമുദായത്തിൽ ബുദ്ധിയുള്ളവർ ചിന്തിക്കുന്നുണ്ട്. നമുക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം നമുക്ക് താക്കീതായി നമ്മുടെ കാലഘട്ടത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞ വിഷയങ്ങളിൽ വല്ലാത്ത അളവിൽ മുസ്ലിം സമുദായത്തിലെ ഓരോ അംഗവും ജാഗ്രത പാലിക്കണം. റസൂലുള്ളാഹി പറഞ്ഞ ഒരു തിരുവചനം ഇങ്ങനെയാണ്: സയഅതി അലന്നാസി സമാൻ, ഈ സമൂഹത്തിന് ഒരു കാലം വരും, ലാ യുബാരിൽ മർഉ മാ അഖദ മിനൽ ഹലാൽ അം മിനൽ ഹറാം. ആ കാലഘട്ടത്തിൽ വിശ്വാസികളായ ആളുകൾ പരിഗണിക്കുകയില്ല അവന്റെ സമ്പാദനം ഹലാലിലൂടെയാണോ ഹറാമിലൂടെയാണോ. ആ കാലം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു കാലം വരും അന്ന് വിശ്വാസികൾ പരിഗണിക്കുകയില്ല അവന്റെ വരുമാനം ഹലാലിലൂടെയാണോ ഹറാമിലൂടെയാണോ. ഈ തിരുവചനം വായിക്കുന്ന വിശ്വാസി വല്ലാതെ വേവലാതിപ്പെടും. അവൻ അവന്റെ ഉപജീവനത്തിൽ ശ്രദ്ധയൂന്നും. അത് ഹലാലായ മാർഗേണ മാത്രമാക്കാൻ ശ്രദ്ധിക്കും. അത് ഹലാലായി സംഭവിച്ചില്ല എങ്കിൽ അവന്റെ നമസ്കാരവും പ്രാർത്ഥന പോലും അല്ല സ്വീകരിക്കുകയില്ല എന്ന തിരുവചനം അവനെ വല്ലാതെ പിന്നെയും ജാഗ്രതനാക്കും. അതുകൊണ്ട് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ഹലാലായ മാർഗേണ ജീവിച്ച് തമ്പുരാന്റെ സ്വർഗം നഷ്ടപ്പെടാതിരിക്കാൻ താൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും നമസ്കാരവും മുതൽ നിർവഹിച്ച ഹജ്ജും ഉംറയും വരെ അല്ല സ്വീകരിക്കാൻ അവൻ ജാഗ്രത പാലിക്കും. അപ്പോൾ ഒരു സമൂഹം ഇസ്ലാമിക വിശുദ്ധിയുള്ള സമുദായമായിട്ട് മാറും. പക്ഷേ ഈ ജാഗ്രത നമുക്കിടയിലില്ല. പിന്നെയും ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സയഅതി അലന്നാസി സമാനുൻ, ഈ സമൂഹത്തിന് ഒരു കാലം വരാനുണ്ട്, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മു, അന്ന് ഇസ്ലാം അതിന്റെ പേരിൽ ഒതുങ്ങും, അറബി പേരുള്ള ആൾക്കൂട്ടമായിട്ട് മാറും, ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാവില്ല. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മു, ഖുർആൻ അതിന്റെ അച്ചടിയിൽ അവശേഷിക്കും. സുന്ദരമായ മേനി കടലാസിൽ നല്ല പുറഞ്ചട്ടയിൽ സ്വർണ്ണ ലിപിയിൽ സ്വർണ്ണവർണ്ണമുള്ള പെയിന്റിൽ ഖുർആൻ അങ്ങനെ അച്ചടിച്ച് വെച്ചിരിക്കുന്നു. പക്ഷെ ജീവിതത്തിൽ അത് ഉണ്ടാവില്ല. അത് രണ്ട് ചട്ടക്കുള്ളിൽ ഭദ്രമാണ്. ജീവിക്കുന്ന ഖുർആന്റെ മാതൃകകൾ ഈ സമുദായത്തിനകത്ത് കുറഞ്ഞു വരികയാണ്. ലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മു മസാജിദുഹും ആമിറ വഹിയ ഖറാബുൻ അനിൽ ഹുദാ, അവരുടെ പള്ളികൾ ഘനഗംഭീരങ്ങളായിരിക്കും, സുന്ദരമായ ആർക്കിടെക്റ്റിനാൽ കാഴ്ചക്കാരനെ ആകർഷിക്കുന്ന പള്ളികൾ. പക്ഷേ ഖറാബുൻ അനിൽ ഹുദാ, ഹിദായത്ത് കൊടുക്കാൻ ആ പള്ളിയോ മിമ്പറോ
നടത്തിപ്പുകാരോ കൊള്ളില്ല. അവർക്ക് മനുഷ്യർക്ക് ഗൈഡൻസ് കൊടുക്കാൻ കഴിയില്ല. ശരിയായ വഴിക്ക് മുസ്ലിമീങ്ങളെ നയിക്കാൻ ആ പള്ളികൾ കൊള്ളാതെയാകും. മുസ്ലിമീങ്ങൾക്ക് അപ്പുറത്തുള്ള മനുഷ്യർക്ക് വെളിച്ചം നൽകാൻ ഈ പള്ളികൾക്ക് ഒരു പദ്ധതിയും ഉണ്ടാവുകയില്ല. അവരുടെ കാലഘട്ടത്തിലെ ഉലമാക്കൾ, പണ്ഡിതന്മാർ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ ഏറ്റവും നികൃഷ്ടരായ ജന്തുക്കളായിരിക്കും. സകല ഫിത്നയും കുഴപ്പം അവർ ഉണ്ടാക്കി വെക്കും. അതിന്റെ ദുരന്തം അവർ അനുഭവിക്കുകയും ചെയ്യും. വളരെ സുന്ദരമായ ഒരു ഹദീസ് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ധരിക്കാം. അല്ലെങ്കിൽ ജനം കൈവച്ച് കളയും. അത്രയും കൃത്യമായ വർത്തമാനം. ഇങ്ങനെ ഒരു ദുരന്തം വരുമെന്ന് വിശ്വാസി സമൂഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച് മുന്നറിയിപ്പ് നൽകുമ്പോൾ വിശ്വാസി സമൂഹം ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കണം. വ്യക്തികൾ പാലിക്കണം, കുടുംബം പാലിക്കണം, മഹല്ലുകൾ പാലിക്കണം, സമുദായം പാലിക്കണം. അപ്പോൾ ഇസ്ലാമിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം. ഖുർആന്റെ കൽപ്പനകൾക്ക് ജീവൻ നൽകണം. പള്ളികൾ ഇസ്ലാമിന്റെ ദൗത്യം നിർവഹിക്കാൻ പറ്റണം. പണ്ഡിതന്മാർ ഫിത്നക്കാരായി മാറാതിരിക്കണം. അപ്പോൾ ഇങ്ങനെ മുന്നറിയിപ്പുകളായി ദുരന്തം സംഭവിക്കുമെന്ന് പറയുമ്പോൾ അതിൽ ജാഗ്രത പാലിക്കണം. ഇതാണ് സഹാബത്തിൽ നിന്ന് പഠിക്കേണ്ടുന്ന മാതൃക. അങ്ങനെയാണ് ആ തിരുവചനങ്ങളെ കാണേണ്ടത്. ഇതേപോലെ ശുഭപ്രതീക്ഷകൾ നൽകുന്ന തിരുവചനങ്ങൾ നമ്മുടെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. ഹുദൈഫത്ത് ഇബ്നുൽ യമാനിയുടെ ഒരു ഹദീസ്. അന്ന ഹുദൈഫത്ത് ഇബ്നുൽ യമാനി റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, യകൂനു നുബുവത്തു ഫീകും മാഷാ അല്ലാഹു അൻ തകൂൻ. നിങ്ങൾക്കിടയിൽ നുബുവത്ത് അഥവാ പ്രവാചകനായ ഞാൻ നിലനിൽക്കും അല്ലാഹു ഉദ്ദേശിക്കുന്ന കാലം വരെ. സുമ്മ യർഫഉഹാ ഇദാ ശാ. പിന്നെ അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ പ്രവാചകനാകുന്ന ഞാൻ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകും. നുബുവത്ത് അവസാനിക്കും. സുമ്മ തകൂനു ഖിലാഫത്തുൻ അലാ മിൻഹാജി നുബുവ. പിന്നീട് നുബുവത്തിന്റെ അടിസ്ഥാനത്തിൽ ഖിലാഫത്ത് നിലനിൽക്കും. ഫതകൂനു മാഷാ അല്ലാഹു അൻ തകൂൻ. എത്ര കാലം ഖിലാഫത്ത് നിലനിൽക്കണമെന്നാണോ അല്ലാഹു ഉദ്ദേശിക്കുന്നത് അത്രയും കാലം നല്ല ഖലീഫമാർ സമൂഹത്തെ നയിക്കും. സുമ്മ യർഫഉഹാ ഇദാ ശാ യർഫഅഹാ. പിന്നെ അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ ഖിലാഫത്ത് അവസാനിക്കും, അതിനെ എടുത്തു കളയും. സുമ്മ തകൂനു മുൽക്കൻ ആവൻ ഔ അദൂല. പിന്നീട് രാജാക്കന്മാരുണ്ടാകും. രാജാധിപത്യത്തിന്റെ കാലം വരും. ഖിലാഫത്ത് മുലൂക്കിയത്തിലേക്ക് വഴിമാറുമെന്നാണ് സാങ്കേതികമായിട്ട് പറയുക. അങ്ങനെ രാജാക്കന്മാരുണ്ടാകും. ആലൻ ഔ അദൂല എന്നാണ് പ്രയോഗം. അതിന് നേർക്ക് നേരെ പറയാവുന്ന അർത്ഥം കടിക്കുന്ന ഭരണാധികാരികൾ എന്നാണ്. പ്രജകളെ കടിക്കുന്നവർ, പ്രയാസപ്പെടുത്തുന്നവർ, അങ്ങനെയുള്ള രാജാക്കന്മാരുണ്ടായിത്തീരും. അല്ലാഹു ഉദ്ദേശിക്കുന്ന കാലം വരെ ഈ രാജാധിപത്യവും നിലനിൽക്കും. പിന്നെ അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹു അതിനെ എടുത്തു കളയും. പിന്നീട് ഇച്ഛക്ക് ആധിപത്യമുള്ള ഭരണാധികാരികൾ ഉണ്ടാകും. ഇച്ഛക്ക് ആധിപത്യമുള്ള ഭരണാധികാരികൾ അല്ലാഹു ഉദ്ദേശിക്കുന്ന കാലം വരെ നിലനിൽക്കും. പിന്നെ അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ അതില്ലാതാകും, അത് എടുത്തു കളയും. പിന്നീട് നുബുവത്തിന്റെ അടിസ്ഥാനത്തിൽ ഖിലാഫത്ത് സംഭവിക്കും. പിന്നീട് റസൂലുള്ളാഹി നിശബ്ദനായിരുന്നു. ഇതൊരു പ്രവചനമാണ്. 5 ഘട്ടങ്ങളായിട്ട് കാലത്തെ റസൂലുള്ളാഹി നിർണയിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ ഘട്ടം നുബുവത്തിന്റെ കാലഘട്ടം, പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള കാലഘട്ടം. അല്ലാഹു ഉദ്ദേശിച്ചപ്പോൾ അല്ലാഹുവിലേക്ക് അദ്ദേഹം തിരിച്ചുപോയി. പിന്നീട് രണ്ടാമത് ഖിലാഫത്ത് നിലനിന്നു. ഖുലഫാഉർ റാഷിദിന്റെ സമാനമായ രീതിയിൽ ഖിലാഫത്ത് ഏറ്റെടുത്തവരുടെ കാലഘട്ടം. പിന്നീട് ഖിലാഫത്ത് രാജാത്യത്തിലേക്ക് വഴിമാറി. രാജാക്കന്മാരാണ് പിന്നീട് ഉണ്ടായത്. തെരഞ്ഞെടുക്കുന്ന ഭരണാധികാരികൾക്ക് പകരം തനിക്ക് ശേഷം തന്റെ മകൻ എന്ന സങ്കല്പത്തിൽ രാജാധിപത്യ വാഴ്ച, അത് ഇസ്ലാമിന് അന്യമാണ്. അങ്ങനെയുള്ള രാജാക്കന്മാർ, അവരോ ജനങ്ങളുടെ മേൽ ആധിപത്യം വാഴുന്ന രാജാക്കന്മാർ, അതാണ് കടിക്കുന്ന ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ. നാലാമത് ഘട്ടം, അതിനുശേഷം ഇച്ഛക്ക് ആധിപത്യമുള്ള ഭരണാധികാരികൾ രാജ്യം ഭരിക്കുമെന്നാണ്. മലിക്കുൻ ജബരിയുൻ എന്ന് പറഞ്ഞാൽ സ്വേച്ഛാധിപത്യ ക്രമത്തിന്റെ ആളുകൾ എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അർത്ഥം നൽകിയിരിക്കുന്നത്. ഇച്ഛക്കായിരിക്കും അവിടെ ആധിപത്യം. അള്ളാഹുവിന്റെ ഇഷ്ടത്തിനാവില്ല, മറിച്ച് ഭരിക്കുന്നവന്റെ ഇഷ്ടം, ഭരിക്കുന്നവരുടെ ഇഷ്ടം. അതാണ് ഇച്ഛക്ക് ആധിപത്യമുള്ള ഭരണാധികാരം എന്ന് പറഞ്ഞാൽ. ജബരി എന്ന് പറഞ്ഞാൽ നിർബന്ധം ചെലുത്തൽ എന്നാണ്. അവർ തീരുമാനിക്കുന്ന നിർബന്ധപൂർവ്വം നടപ്പിലാക്കും.
ഒറ്റ ശബ്ദം മാത്രമാവുക എന്നും അതിനർത്ഥമുണ്ട്. മറുശബ്ദം അനുവദിക്കുകയില്ല. അതാണ് ഏകാധിപത്യം, സ്വേച്ഛാധിപത്യം, സമഗ്രാധിപത്യം. ആധിപത്യ ശക്തികൾ, അത്തരം ആധിപത്യത്തിൻ്റെതായ ഭരണാധികാരികൾ, ഇച്ഛയ്ക്ക് മേൽക്കൈയുള്ള ഭരണക്രമങ്ങളായിരിക്കും പിന്നീട് ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇച്ഛയ്ക്ക് ആധിപത്യമുള്ള ഈ ഭരണക്രമത്തിന് ശേഷം സംഭവിക്കാനിരിക്കുന്നത് പ്രവാചകത്വത്തിന്റെ നുബുവത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നെയും ഖിലാഫത്ത് സംഭവിക്കും. പിന്നെയും ഖിലാഫത്ത് വരും. പിന്നെ റസൂൽ നിശബ്ദനായി, പിന്നെ ഒന്നും പറഞ്ഞില്ല. ഡോക്ടർ യൂസുഫ് അൽ-ഖർദാവി പറയുന്നു, 4 ഘട്ടവും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ 5ാമത് ഘട്ടം സംഭവിക്കുക തന്നെ ചെയ്യും. വല്ലാത്ത പ്രതീക്ഷയാണ് ഇസ്ലാമിക ലോകത്ത്. നമുക്കോ പ്രതീക്ഷയില്ലാതിരിക്കുമ്പോ മുസ്ലിമീങ്ങൾ പ്രതീക്ഷയിലാണ്. ഇസ്ലാമിനോട് കൂറുള്ളവർ നല്ല പ്രതീക്ഷയിലാണ്. ഇത് തിരുവചനമാണ്, നബിയുടെ പ്രവചനമാണ്. നുബുവത്ത് സംഭവിച്ചു, ഖിലാഫത്ത് സംഭവിച്ചു, മുലൂക്കിയത്ത് സംഭവിച്ചു. ഇപ്പോൾ ആധിപത്യ ശക്തികൾ കടമുഴകി വീഴുന്ന കാലമാണ്. ഏകാധിപത്യ, സമഗ്രാധിപത്യ, സ്വേച്ഛാധിപത്യ ശക്തികൾ ഓടിയൊളിക്കാൻ ഇടമില്ലാതെ മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഒളിച്ചു കിടന്ന മാളത്തിൽ നിന്ന് എലിയെ കുത്തി പുറത്തെടുക്കും പോലെ പുറത്തെടുത്ത് ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാഴ്ച ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആധിപത്യവും തകരാനുള്ളതാണ്, തകർന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം സുന്ദരമായ ഒരു അവസ്ഥ സംഭവിക്കുമ്പോൾ അതിന്റെ തുടർചലനങ്ങൾ, അതിന്റെ പുതിയ നാമ്പുകൾ കാണുമ്പോൾ വിശ്വാസികൾ വലിയ പ്രതീക്ഷാലുക്കളായിരിക്കും. അവർ കർമ്മരംഗത്തിറങ്ങും, അവർ പ്രാർത്ഥനാ നിരതരായിരിക്കും, അവർ ശുഭപ്രതീക്ഷയോടെ മുന്നേറും. ഇതാണ് വിശ്വാസികളുടെ മാതൃക. അതുകൊണ്ടാണ് 4 ഘട്ടവും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ 5ാമത് ഘട്ടം സംഭവിച്ചേ മതിയാകൂ. കാരണം ഇത് സംഭവിക്കാനുള്ള പ്രവചനങ്ങളാണ്, ഇത് സംഭവിക്കേണ്ടതായ പ്രവചനങ്ങളാണ്. ഇത് സംഭവിപ്പിക്കാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും വിശ്വാസി സമൂഹം ചെയ്യുക. ഇന്ന് ലോകത്ത് അങ്ങനെ ഒരു അവസ്ഥ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തുടനീളമുള്ള വിശ്വാസികളെ നിങ്ങൾ നിരീക്ഷിക്കുക. അവർ വലിയ പ്രതീക്ഷയിലാണ്. നമുക്ക് പ്രതീക്ഷ ഉണ്ടോ എന്ന് വിശകലനം ചെയ്യുക. നമ്മുടെ ഈമാനിന്റെ ശക്തിയും അവരുടെ ഈമാന്റെ ശക്തിയും താരതമ്യം ചെയ്യാൻ ഇതൊരു നിമിത്തമാവട്ടെ. ഇസ്ലാമിന്റെ വിജയത്തിന് കാതോർക്കാൻ കഴിയാത്ത വിധം നമ്മൾ ഇസ്ലാമിൽ നിന്ന് അന്യമായി പോയോ? ഇസ്ലാമിന്റെ വിജയത്തെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് പ്രാർത്ഥനയോടെ അതിനുവേണ്ടി കൊതിക്കുന്ന സ്വപ്നങ്ങൾ നെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വളരാൻ കഴിയാത്തത്ര എന്റെയും നിങ്ങളുടെയും ഹൃദയ മസ്തിഷ്കങ്ങളെ ആരാണ് അടിമപ്പെടുത്തിയത്? ലോകത്തുടനീളം വിശ്വാസി സമൂഹം ഇന്ന് വലിയ ആവേശത്തിലാണ്. ഖിലാഫത്തിന്റെ ശ്മശാന ഭൂമിയായ തുർക്കിയിൽ ഇസ്ലാമിന്റെ നേതൃത്വങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു. പതിറ്റാണ്ടുകൾ ആധിപത്യം വാണ പ്രദേശങ്ങളിൽ ഏകാധിപതികൾ കടമുഴകി ഒന്നിനു പിറകെ ഒന്നായി വീണുന്നു. ഇസ്ലാമിക സമൂഹം ഉയർത്തെഴുന്നേൽപ്പിന്റെ ആരവം മുഴക്കിക്കൊണ്ടിരിക്കുന്നു, തക്ബീറുകൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നു. തുനീഷ്യയും ഈജിപ്തും യമനും സുഡാനും അൾജീരിയയും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതുമായ പുതിയ പുതിയ വർത്തമാനങ്ങൾ. ഈ വർത്തമാനങ്ങൾ വിശ്വാസി സമൂഹത്തിന് പ്രതീക്ഷ നൽകും എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം? നാം ഒരു പുതുവർഷപ്പുലിയുടെ വക്കിൽ നിൽക്കുകയാണ്. മുഹറം പിറക്കാനിരിക്കുകയാണ്. ഇതൊരു പുതുയുഗ പിറവി കൂടിയാണെന്ന് ലോകം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിശ്വാസി സമൂഹം ഏറെ ആവേശത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. പാശ്ചാത്യ സമൂഹത്തിൽ വരെ ചലനങ്ങൾ ഉണ്ടാകുന്നു എന്ന് നിരീക്ഷകന്മാർ പറയുന്നു. മുതലാളിത്തം വലിച്ചെറിയാൻ 70ഓളം രാഷ്ട്രങ്ങളുടെ ആസ്ഥാനങ്ങൾ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ സകല ആധിപത്യങ്ങളും തകരാനുള്ളതാണ്. ഏകാധിപത്യം, സ്വേച്ഛാധിപത്യം, രാജാധിപത്യം, ജനാധിപത്യത്തിന്റെ പേരിൽ ഉള്ളവന്റെ ഇച്ഛ നടപ്പാക്കുന്ന താന്തോന്നിത്തരത്തിന്റെ ആധിപത്യം, അതും തകരാനുള്ളതാണ്. ജനാധിപത്യവും ഇച്ഛയുടെ ആധിപത്യക്രമമാണ്. മദ്യവുമായി ബന്ധപ്പെട്ട് കേരളക്കരയിൽ വരെ 3 സ്റ്റാർ 5 സ്റ്റാർ ചർച്ച വരുന്നുണ്ട് എങ്കിൽ ഇച്ഛക്കാണ് ആധിപത്യം എന്ന് മനസ്സിലാക്കണം. ധർമ്മത്തിനൊരു വിലയുമില്ല. ഏതെങ്കിലും ധർമ്മ വ്യവസ്ഥ, ഏതെങ്കിലും മതസംഹിത മദ്യത്തെ അംഗീകരിച്ചിട്ടുണ്ടോ? ചൂതാട്ടത്തെ അംഗീകരിച്ചിട്ടുണ്ടോ? വ്യഭിചാരത്തെ അംഗീകരിച്ചിട്ടുണ്ടോ? പക്ഷേ ഭരണകൂടങ്ങൾ നടപ്പാക്കുന്നു എങ്കിൽ നിങ്ങൾ അറിയണം, തെരഞ്ഞെടുത്തവരും ഇച്ഛ നടപ്പാക്കുന്നവരാണ്. അവർക്ക് ധർമ്മം വിഷയമല്ല. ജനാധിപത്യക്രമവും ഒരർത്ഥത്തിൽ ഇച്ഛയുടെ ആധിപത്യക്രമമായിട്ട് തരംതാണു പോയിരിക്കുന്നു. ഇപ്പറയുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും ജനാധിപത്യക്രമമാണ്. പക്ഷെ കോർപ്പറേറ്റ് ഭീമന്മാരുടെ കുത്തക മുതലാളിമാരുടെ ഇഷ്ടം നടപ്പാക്കാൻ ഭരണാധികാരികൾ ശ്രമിച്ചപ്പോൾ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. അപ്പോഴാണ് ഇത് വലിച്ചെറിയാൻ വേണ്ടി ആഹ്വാനങ്ങൾ ഉണ്ടായത്.
കോർപ്പറേറ്റ് ഭീമന്മാർക്ക് വഴങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളും മുഖത്തടി ഏറ്റുവാങ്ങുന്നു എന്നത് പുതിയ സംഭവങ്ങളല്ല. ഇതൊരു വലിയ സൂചനയാണ്. തുടർ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന വല്ലാത്ത ഒരു പ്രതീക്ഷയുടെ നാമ്പുകൾ ഉടനീളം ഉണർന്നു വരുന്നു എന്ന് വിശ്വാസികൾ ദീർഘദർശനം ചെയ്യുകയാണ്. അവർ ഇപ്പോൾ ഏറെ ആവേശത്തിലാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വർത്തമാനങ്ങൾ പുലർന്നു കാണാൻ ഏറെ കൊതിയോടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. വെറുതെ ഇരിക്കുകയല്ല, പണിയെടുക്കുകയാണ്. അവരൊരിക്കലും നിരാശരായില്ല. നമുക്കോ പ്രതീക്ഷ പോലുമില്ല. 30, 40, 50 വർഷങ്ങൾ നാട്ടിൽ മർദ്ദിതരായി ജയിലറകളിൽ തള്ളപ്പെട്ടവർ, നാട് വിട്ട് പ്രവാസി നയിക്കേണ്ടി വന്നവർ, അവരൊന്നും നിരാശരായില്ല. അവർക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ പറയുന്ന ആധിപത്യ ക്രമത്തിന് ശേഷം നുബുവത്തിന്റെ അടിസ്ഥാനത്തിൽ ഖിലാഫത്ത്, മനുഷ്യർക്ക് മേൽ അള്ളാഹു മാത്രം ഉടമയായുള്ള, ആ അള്ളാഹുവിന്റെ ഇംഗിതമനുസരിച്ച് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന നീതിമാന്മാർ മാത്രം ഭരണം നടത്തുന്ന തിയോ ഡെമോക്രസി, അതാണ് ഇസ്ലാമിന്റെ ഖിലാഫത്ത്. അത് പുലരും എന്നവർ പ്രതീക്ഷയോടെ മുന്നോട്ട് പോയി. അവർ അതിന് പണിയെടുത്തു, നിരാശപ്പെടാതെ പണിയെടുത്തു. സ്വന്തം ജന്മനാട്ടിൽ കാലുകുത്താൻ പറ്റാത്തവർ പുറത്തു നിന്നിട്ടു. ആധിപത്യ ക്രമത്തിന്റെ നുകത്തിന് കീഴിൽ അടിമകളെ പോലെ ജീവിച്ചവർ മനസ്സിൽ സ്വപ്നങ്ങൾ കൊണ്ട് നടന്നു. അവർക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, നമുക്കോ സ്വപ്നങ്ങളില്ല. നമുക്ക് ഇസ്ലാമിന്റെ വിജയത്തിന്റെ സ്വപ്നങ്ങളേ ഇല്ല. നമ്മൾ അങ്ങനെ ഒന്ന് പറയാൻ പോലും അശക്തരാ. നമ്മൾ അത്രമേൽ ഈമാൻ കുറഞ്ഞു പോയവരാണോ എന്ന് വിനയപുരസ്സരം ചിന്തിക്കുക. ഇസ്ലാമിന്റെ ആധിപത്യം, വളർച്ച, ഉയർച്ച അത് സ്വപ്നം കണ്ട് ജീവിക്കാൻ കഴിയുന്ന വിശ്വാസികൾ അവരാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാർ എന്ന് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം. ഇസ്ലാം മനുഷ്യന്റെ വ്യക്തി ജീവിതം മുതൽ സാമൂഹ്യ രാഷ്ട്രീയ ക്രമത്തെ വരെ സുന്ദരമായി കോർത്തിണക്കുന്ന തമ്പുരാന്റെ വ്യവസ്ഥയാണെന്ന് പറയാൻ ഇനിയെങ്കിലും ആർജവം കാണിക്കണം. ഈ പുതിയ പ്രതീക്ഷയുടെ നാമ്പുകൾ ഉണ്ടായി വരുമ്പോ അസ്വസ്ഥപ്പെടുന്ന കൂട്ടരുണ്ട്. അത് ഇസ്ലാമിക ലോകത്തെ അടക്കി ഭരിച്ച് തങ്ങളുടെ കീഴിൽ നിർത്തിയിരുന്ന കൂട്ടരാണ്. ആ ലോബിയിൽ പ്രധാനി ഇസ്രായേലാണെന്ന കാര്യം നമുക്കൊക്കെ അറിയാം. ഇന്നവർ ഏറെ അസ്വസ്ഥരാണ്. അറബ് ലോകത്തുണ്ടായി വരുന്ന ഈ ചലനങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണ് എന്നൊക്കെ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുക. പക്ഷേ അവരുടെ കാര്യത്തിൽ വല്ലാത്ത പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിനകത്തുനിന്ന് തുരങ്കം നിർമ്മിച്ച് അപ്പുറത്തെ രാജ്യം വരെ തുരങ്കം നിർമ്മിച്ചിട്ട് ആ രാജ്യത്തിനകത്ത് പൊങ്ങി ഇത്തിരി ഭക്ഷണവും മരുന്നുമായി വരാമെന്ന് തീരുമാനിച്ചപ്പോ ആ തുരങ്കങ്ങൾ ആ നാടിനെ കൊണ്ട് അടപ്പിച്ചവരായിരുന്നു ഈ പറയുന്ന സയനിസ്റ്റുകൾ. അങ്ങനെ ഫിലസ്തീനിലെ മക്കളെ കൂട്ടിലടച്ച് പീഡിപ്പിക്കുകയായിരുന്നു. അതിന് കൂട്ടുന്ന ഇസ്ലാമിന്റെ പേരുള്ള രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഈജിപ്ത് ഉൾപ്പെടെ അവിടെയാണ് മാറ്റങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് തുരങ്കങ്ങളുടെ വാതിലുകൾ തുറന്നു വെച്ചിരിക്കുകയാണ്. ഇനി സഹായം ഒഴുകുകയാണ്. അവരുടെ കാര്യത്തിൽ പടച്ചവന്റെ ഇടപെടൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സയനിസ്റ്റ് ലോബി ഏറെ വേവലാതിയിലാണ്. അവർക്ക് ആവലാതിയും വേവലാതിയും ഉണ്ട്. അവർക്ക് വരാൻ ദുരന്തത്തെ കുറിച്ച് ഹുദൈഫത്തുൽ യമാനി, നേരത്തെ നാം കേട്ട അതേ ഹദീസ് ഉദ്ധരിച്ച റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു പ്രവചനം, റസൂലിന്റെ ഒരു പ്രവചനം അദ്ദേഹം ഉദ്ധരിച്ചത്, ഇന്നശ്ശജറ വൽ ഹജറ, നിശ്ചയം കല്ലും മരവും കരിങ്കൽ കൂട്ടങ്ങളും വനാന്തരങ്ങളും ഒരുപോലെ ലയുനാദി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. യാ അബ്ദുല്ലാ, യാ അബ്ദുറഹ്മാൻ, അബ്ദുല്ലാ, അബ്ദുറഹ്മാൻ, യാ മുസ്ലിം, അല്ലയോ മുസ്ലിം, ഇതാ എന്റെ പിറകിൽ യഹൂദി ഒളിച്ചിരിക്കുന്നു, ഫഖ്തുലൂഹു, അവനെ പിടിച്ച് കൊന്നുകളയും. അങ്ങനെ മുസ്ലിമീങ്ങളെ അള്ളാഹു ഐശ്വര്യത്തിലേക്ക് വളർത്തും. മുസ്ലിമീങ്ങളെ അള്ളാഹു വിജയിപ്പിക്കും. സംഭവിക്കാനിരിക്കുന്നതാ, ഇത് സംഭവിക്കേണ്ടതാ. ഇത് മുസ്ലിം ഉദ്ധരിച്ച ഹദീസാ. യഹൂദികൾ കല്ലിന്റെയും മരത്തിന്റെയും പിറകിൽ അഭയം കെട്ടാത്ത വിധം കല്ലും മരവും അവർക്കെതിരെ ശബ്ദിക്കുന്ന ഒരു കാലം വരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു എങ്കിൽ സമാനമായ ഒരുപാട് ഹദീസുകൾ. അതിൽ പ്രതീക്ഷ വെച്ചിട്ടാ ഫിലസ്തീനിലെ മക്കൾ മുന്നോട്ട് പോയത്. അവർ ശുഭപ്രതീക്ഷയുള്ളവരായിരുന്നു. നമുക്കൊരു പ്രതീക്ഷയുമില്ല ഇസ്ലാമിന്റെ കാര്യത്തിൽ. അവിടെ പ്രതീക്ഷ പൂവണിയാൻ പോവുകയാണ്. സയനിസം ഇന്ന് കൂട്ടിലടച്ച മെരുവിനെ പോലെ കടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിധം പറഞ്ഞ പ്രവചനങ്ങൾ നമുക്ക് നല്ല പ്രതീക്ഷകൾ നൽകേണ്ടതാണ്. നാം പ്രതീക്ഷയുള്ളവരാകണം. ഒരു നാട് വിട്ട് ഹിജ്റ പോകുമ്പോ, മക്ക വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ റസൂലുള്ളാഹിയെ പിന്തുടർന്ന് തല വെട്ടി ഹാജരാക്കിയാൽ കിട്ടാവുന്ന ഒട്ടകങ്ങൾ സ്വപ്നം കണ്ടിട്ട് പിന്നാലെ കൂടിയ ഒരു യുവാവ് ഉണ്ടായിരുന്നു. മക്കക്കാരിൽപ്പെട്ട ഒരു യുവാവ്, സുറാഖത്ത് ബിൻ മാലിക് അദ്ലജി. തിരുനബിയെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോ ആവേശപൂർവ്വം നബിയുടെ ഒട്ടകത്തിനടുത്തേക്ക് തന്റെ കുതിരയെ പായിച്ച സുറാഖയുടെ കുതിരയുടെ കാലുകൾ മണലിൽ കൊണ്ടുപോയി.
മുക്രയിടുന്ന കുതിരയുടെ ശബ്ദം കേട്ട് റസൂലുള്ളാഹി തിരിഞ്ഞു നോക്കി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടു സുറാഖയെ. യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ ഒട്ടകപ്പുറത്ത് നിറങ്ങി ഹബീബായ റസൂലുള്ളാഹ്. എന്നിട്ട് സുറാഖയുടെ അടുത്തേക്ക് നടന്നു. സുറാഖയുടെ കുതിരയുടെ കാലുകൾ മണ്ണിൽ നിന്ന് വാരിയെടുക്കാൻ സഹായിച്ചു എന്നാണ് ചരിത്രകാരന്മാർ എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് സുറാഖയുടെ കയ്യിൽ പിടിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, യാ സുറാഖ, അല്ലയോ സുറാഖെ, കൈഫ ബിക ഇദാ അൽബസകല്ലാഹു സിവാറ കിസ്റ. കിസ്റ അണിയുന്ന വളകൾ, കിസ്റ അണിയുന്ന മുത്തുകളും രത്നങ്ങളും വച്ച കങ്കണങ്ങൾ, ആ അധികാരി അണിയുന്ന വളകൾ നിന്റെ കയ്യിൽ അല്ലാഹു അണിയിച്ചാൽ എങ്ങനെയുണ്ടാകും? ഈ സുറാഖ അന്തം വിട്ടുപോയി. ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? ഏത് കിസ്റയെ കുറിച്ച്? അത്ഭുത സ്തബ്ധനായ സുറാഖയുടെ പുറത്ത് തലോടിക്കൊണ്ട് റസൂലുള്ളാഹി ഉറപ്പിച്ചു പറഞ്ഞു, ഹുർമുസിന്റെ മകൻ കിസ്റ. ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന കിസ്റ ചക്രവർത്തിയില്ലേ, അവന്റെ കയ്യിലണിഞ്ഞ കങ്കണങ്ങൾ നിന്റെ കയ്യിൽ വരുന്ന നാട് വരും എന്ന് പറയുമ്പോ നാട്ടിൽ നിൽക്കാൻ നിവൃത്തിയില്ലാതെ ഒരു പ്രവാചകൻ നാട് വിടുകയാണെന്ന് ഓർമ്മ വേണം. അപ്പോഴും പ്രതീക്ഷ വേണം ഇസ്ലാമിൽ. ഇതാണ് ഇസ്ലാമിലെ മാതൃക. ആ പ്രതീക്ഷ പൂവണിഞ്ഞ രംഗത്ത് ഈ കിസ്റ ഇസ്ലാമിന് വിധേയപ്പെടുകയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കാലഘട്ടത്തിൽ ഇതേ സുറാഖ ഇസ്ലാമിൽ വരികയും ചെയ്ത കാലഘട്ടം. കിസ്റയുടെ ഖജനാവിലെ ഈ അധികാര ചിഹ്നമാകുന്ന വളകൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഈ സുറാഖയുടെ, ഇസ്ലാമിലുള്ള സുറാഖയുടെ കയ്യിൽ അണിയിച്ചിട്ട് രണ്ടുപേരും നിന്ന് പൊട്ടിക്കരയുന്നു. നബിയുടെ പ്രവചനം ഓർത്തിട്ട് സംഭവിച്ചു. പുലരാനുള്ളതാ. പണിയെടുക്കാൻ നമ്മൾ തയ്യാറ് വേണം. സ്വപ്നങ്ങൾ ഉണ്ടാവണം വിശ്വാസികൾക്ക്. ഇസ്ലാമിന്റെ വിജയം, വളർച്ച, ഉയർച്ച സൃഷ്ടിച്ച നാഥന്റെ ക്രമത്തിനു കീഴിൽ ഐഹികമായ ക്ഷേമവും പാരത്രികമായ രക്ഷയും നേടാൻ, ഉദാത്തമായ വിമോചനത്തിലേക്ക് മനുഷ്യർ ഉയർന്നെഴുന്നേറ്റ് വരുന്ന നല്ല നാളെ സ്വപ്നം കാണാൻ കഴിയാത്തവൻ മുസ്ലിമാകുമോ എന്ന് ചിന്തിക്കുക. വിശുദ്ധ ഖുർആൻ സൂറ ആൽ ഇംറാൻ 196 സൂക്തം. നാട്ടിൽ നിഷേധികൾ നടത്തുന്ന സ്വൈരവിഹാരം പ്രവാചകരെ അങ്ങയെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇസ്ലാമിക വിരുദ്ധ ശക്തികളുടെ ആധിപത്യത്തിൽ നിങ്ങൾ വഞ്ചിതരാകരുത്. ലോകത്ത്, രാജ്യത്ത് അനിസ്ലാമിക ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വൈരവിഹാരത്തിൽ അങ്ങ് വഞ്ചിതരായി പോകരുത്. മത്താഉൻ ഖലീൽ, അവർക്ക് കുറച്ചു കാലവും കുറച്ച് വിഭവമാണ് നാം നൽകിയിരിക്കുന്നത്. പിന്നെ നരകമാകുന്ന പട്ടടയിലേക്ക് ചെന്ന് വീഴാനുള്ളവരാണ് അവർ. എത്ര മോശമായ സങ്കേതമാണ് നാം അവർക്ക് ഒരുക്കി വെച്ചത് എന്ന കാര്യം പ്രവാചകരെ അങ്ങ് ഓർക്കണം. മക്കയിൽ പീഡിതനാകുന്ന പ്രവാചകനോട് അള്ളാഹുവിന്റെ ആശ്വാസ വചനമാണ്, വിശ്വാസികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന വചനം. അതുകൊണ്ട് ശുഭപ്രതീക്ഷയോടെ ഇസ്ലാമിന്റെ വളർച്ചയും ഉയർച്ചയും സാധ്യമാക്കിയെടുക്കാൻ നാം നമ്മെ ക്രമീകരിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബത്തെ ഇസ്ലാമികമായി പുനഃസംവിധാനിച്ചുകൊണ്ട്, നമ്മുടെ സമുദായത്തെ ഇസ്ലാമിന്റെ സമഗ്ര ഭാവത്തിലേക്ക് വളർത്തിയെടുത്തുകൊണ്ട്, സമുദായത്തിനപ്പുറത്തുള്ളവർക്ക് ഇസ്ലാമിന്റെ വെളിച്ചം പകർന്നു കൊടുത്തുകൊണ്ട്, തിന്മയോട് അങ്ങേയറ്റത്തെ വെറുപ്പും നന്മയോട് അടങ്ങാത്ത അഭിനിവേശവും കൈമുതലാക്കി ഇസ്ലാമിന്റെ വളർച്ചയും അതിന്റെ വിജയ സ്വപ്നം കണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന നല്ല സ്വപ്നങ്ങളുള്ളവരായി മാറാൻ ഈ കാലഘട്ടം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ വളർച്ചയും ഉയർച്ചയും സ്വപ്നം കണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന വിശ്വാസികളിൽ നാഥൻ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ.